ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ അനുസരിച്ച് ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. പിള്ളേർക്കൊക്കെ ദോശ മതിയൊരു ദോശയും ചുട്ട്, അപ്പം ബാക്കി ചപ്പാത്തിയും കൂടി ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് വരുമ്പം നെയിലാവും ഷെന്നാവും മുറ്റമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചപ്പലെല്ലാം ഇങ്ങനെ വീണിട്ട് ഫുള്ള് മുറ്റമെല്ലാം കാട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാൾ രണ്ട് സൈഡിൽ നിന്ന് മാച്ചെടുത്തിട്ട് അടിക്കുന്നിട്ടത് കാണുന്നത്. അങ്ങനെ ഓരടിക്കുമ്പോൾ അതിലും സൈക്കിളിൽ പോയി കോടുണ്ടായിരുന്നു. പിന്നെ ഇതാ കാജുമാക്ക് നല്ല പങ്കൽ സ്വിമ്മിങ് പൂളിൽ പെയിൻറ്റൊക്കെ കൊടുത്തിട്ടായിട്ടുണ്ടായിന്. പെയിൻറ്റെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സ്വിമ്മിങ് പൂളിൽ ഫുൾ പെയിൻറ്റെല്ലാം കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഉണങ്ങാണ്ട് അതിൽ വെള്ളം ഇടാൻ കഴിയായിട്ട് അതിനെ വിട്ട് നിൽക്കുന്നുണ്ടായിന്. അങ്ങനെ ഏകദേശം അവർക്ക് അടിച്ചിട്ടാവാനായിന് കേട്ടോ. അടിച്ചിട്ട് ബാക്കിയുള്ള കാട്ടങ്ങളിലൊക്കെ കോരും യോന് തമ്പിക്കുന്നില്ല കേട്ടോ. എനിക്കും കൂടി മാച്ച് വേണം എന്നിട്ട് നിൽക്കുന്നുണ്ടാന്ന്. പിന്നെ ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ അടുപ്പ്. ഇനി എത്ര അടുപ്പുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇതുപോലെ വെള്ളത്തിൻ്റെ ചട്ടി വെക്കാണ്ട് ഉമ്മാക്ക് കയ്യിലട്ടാ. അങ്ങനെ ഞാൻ കുറച്ച് മെഷീനിൽ തുണിയൊക്കെ നനക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊയ്യും മുള്ളിലുള്ള തുണിയൊക്കെ ഞാൻ പുറത്തുനിന്ന് വാഷാക്കാന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാഷെല്ലാം ആക്കിയിട്ട് എല്ലാം ഡ്രൈ ആക്കിയിട്ട് ആറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നനച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടെല്ലാം നനച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ടാകുമ്പോൾ ഷെന്നാവും നെയ്യാതും എനിക്ക് നല്ലൊരു ഡ്രിങ്കായിട്ട് വന്നിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ സോഡ ഒക്കെ വെച്ചിട്ട് സോഡ ലൈമെല്ലാം ഇട്ടിട്ട് ബ്ലൂബെറീൻ്റെ ലൈമായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പണി ഉണ്ടായിരുന്നു കേട്ടോ. സൽമാവും പോയി, പിന്നെ മുന്നോളെ പൊരലുണ്ടത് സാജിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൊരലാരും ഉണ്ടായിരുന്നു, ഞാനും ഉമ്മാവും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അതിനെടുത്തിട്ട് തൊലി കുറച്ച് ഫ്രൈ ആക്കി, പിന്നെ കുറച്ച് ചാറും ആക്കി കേട്ടോ. പിന്നെ മരത്തിൽ തൈരില്ലേ കുഴക്ക ഉണ്ടായിന്, കോവക്ക, അതും കൂടി പറിച്ചിട്ട് അതും കൂടി കറി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഉപ്പ ടൗണിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിനെ ഉപ്പിലിട്ടിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അതും മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ടാ. അങ്ങനെ മീൻ കറിയും കുഴക്കക്കറിയൊക്കെ റെഡി ആയിന്. നല്ല അടിപൊളിയിട്ട് മാങ്ങ ഇട്ട് മീൻ ചാറിട്ടാ. നല്ല രസമുണ്ടായിന്. വെറും ചെമ്മീൻ മാത്രം ചെറിയ കൊഞ്ചില്ലേ അതായിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറും കറിയെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഷന്നാടിൻ്റെ ഇടപെട്ട് നമുക്ക് നേരെ ടാങ്കിലേക്ക് പോകാൻ ടാങ്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോയട്ടാ. അങ്ങനെ ടാങ്ക് പോകാൻ മുകളിൽ പിന്നെ യാസിന് കണ്ടേ ഓനും അങ്ങനെ ബേക്കുന്ന പാഞ്ഞുകൊണ്ട് വന്ന്. അങ്ങനെ യോർക്കിലൊരു പാങ്ങല്ലേ ടാങ്കിയൊക്കെ വന്ന്. അങ്ങനെ ഓറയും കൂട്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ കവല്. ഇത് ഫസ്റ്റ് ടൈം കേട്ടോ അവർ മാത്രം കവുന്നത്. ഓരോ രണ്ടാൾ ഷീറ്റിൻ്റെ മുകളിൽ കൂടി കയറി. എനിക്ക് പിന്നെ അതിൽ കൂടി ഷീറ്റിൽ കയറുമ്പോൾ എനിക്ക് പേടിയായത് കൊണ്ട് ഞാനത് ഇതുപോലത്തെ വരമ്പിലേ കൂടിയിട്ട് ടാങ്കിൽ കയറിയിട്ടാ. ടാങ്കിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ല മണ്ണും ചളിയൊക്കെ ഉണ്ടായിന്. പിന്നെ ഈ മാസം ഇപ്പോൾ ടാങ്ക് കവലുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും ടാങ്കി പോയല്ലോ. നമ്മുടെ ടാങ്കി മറ്റേ ഇങ്ങനെ വാർത്തിട്ടുള്ള ടാങ്ക് ആയതുകൊണ്ട് കവാനൊക്കെ ഈസിയാണ്. പിന്നെ ഈ സാധാരണ പ്ലാസ്റ്റിക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടില്ല. അപ്പോൾ ഇത് ഈസിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റീന് കേട്ടോ. അങ്ങനെ കമ്പിച്ചേരിയും ബ്രഷൊക്കെ ഇട്ടിട്ട് നല്ല പാൽ രണ്ടാളും തുടച്ചിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ നെയ്യാസും വിട്ടില്ല. ഞാൻ പറഞ്ഞു നീയും തൊടുക്കുക, അങ്ങനെ ഇറങ്ങിയതല്ലേ നീയും തൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മൂന്നാളും കൂടി നല്ല പാലൊക്കെ ആയിട്ട് ക്ലീൻ ആയിട്ടാ. മക്കളെ തുടച്ചിട്ട് വൃത്തികേടൊന്നായിട്ട് നല്ല അടിപൊളിയായിന്. പിന്നെ കുറേ സർഫൊന്നും അവർക്ക് കൊടുത്തിട്ടാ. എന്ന് വെച്ചെങ്കിൽ സർഫൊക്കെ കൊടുത്തെങ്കിൽ വെള്ളം മണക്കുണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് മാത്രം അവർക്ക് കഴുകാനുള്ള മാത്രം കൊടുത്തിയാണ്. അങ്ങനെ രണ്ടാൾ ആരെ ചുമര് ഫസ്റ്റ് ക്ലീൻ ആണെന്ന് വെച്ചിട്ടും മൂന്നാളും കൂടി നല്ല പാളെ തുടച്ചിട്ട് എടുത്തിട്ടാ. അങ്ങനെ ഫൈനലി വെള്ളമെല്ലാം പുറത്തേക്ക് കളഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവരോട് മുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാ. അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിട്ട് നല്ല പങ്ങനെ ടാങ്കിലേക്ക് വെള്ളം ഇട്ടിട്ടാ. അടിപൊളിയായിട്ട് വെള്ളം വന്നിന്. നല്ല ക്ലിയർ വെള്ളം ഇട്ടാ. പിന്നെ ഈ കിണറ്റിലെ വെള്ളമെല്ലാകുമ്പോൾ ഒരു സുഖം പറഞ്ഞല്ലേ, ബോറിലത്തെ വെള്ളം പോലെയല്ല കേട്ടോ. കിണറ്റിലെ വെള്ളമാകുമ്പോൾ തണുപ്പും കൂടുതലാണ്, കുടിക്കാൻ ടേസ്റ്റും ആണ്. അങ്ങനെ അതിൽ വെള്ളം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇറങ്ങിയിട്ട് താഴേക്ക് വന്നിട്ടാ. അങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കുറേ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടാകുമ്പോൾ കുറേ പുരാവസ്തുക്കളും തെങ്ങിൽ തേങ്ങെല്ലാം നോക്കിയിട്ടാണ്. പക്ഷേ തെങ്ങിൽ തേങ്ങെല്ലാം വെറും ചുണ്ടങ്ങ പോകുന്ന അറിയുന്നില്ല. അതുപോലത്തെ ചെറിയ തേങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ കുറേ പുരാവസ്തുക്കളുണ്ടാ. എത്ര ഗുജരിക്കാർ വന്നും ഇതൊന്നും കൊടുക്കാണ്ട് അവിടെ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം സൺ ഡയറക്റ്റിലെ കട്ടാക്കിയിട്ട് എൻ്റെ മംഗളത്തിനെല്ലാം മുന്നേ കട്ടാക്കിയെന്നു. അത്ര പണ്ടേയുള്ള സൺ ഡയറക്റ്റാണ് ഇതൊക്കെ. ഇതുപോലത്തെ കുറേ പുരാവസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഷീറ്റിൽ നോക്കുമ്പോൾ 2-3 തേങ്ങ അവിടെ കെണിഞ്ഞ് നിന്നിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ഇവിടെ പോലെ ഒന്നല്ല കേട്ടോ. ഉമ്മാൻ്റെ പോലൊക്കെ ഭയങ്കര തണുപ്പും കാറ്റുമാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാനെല്ലാം. പിന്നെ നോക്കുമ്പോൾ പ്ലാവിൽ നിറച്ചും ചക്കയാണ് കേട്ടോ. പക്ഷെ ഒന്നിനും കൊള്ളൂല കേട്ടോ. മഴൻ്റെ സമയത്താകുമ്പോൾ ഉണ്ടാകുന്ന ചക്ക ആയതുകൊണ്ട് പറ്റെല്ലാം ഇങ്ങനെ ചീഞ്ഞിട്ട് പോകുന്നല്ലാണ്ട് ഉപകാരത്തിന് കൊള്ളൂല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റെപ്പിൽ ഇതൊക്കെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് കണ്ടത് ഞാൻ വായിച്ചു. 2004 കേട്ടോ. 2004 സ്റ്റെപ്പ് മാത്രം വളർത്താൻ കേട്ടോ. വീടൊക്കെ 30 വർഷം പഴക്കമുള്ള വീടാണ്. 30 വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിന്. അത്ര പഴക്കമുള്ള വീടാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്നിട്ട് ഒന്ന് അടിച്ച് തോർത്താൻ വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. അങ്ങനെ നല്ല പങ്ങൾ തോർത്തിയിട്ട് എടുത്തിട്ടാ. തോർത്തിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ കേട്ടോ. അങ്ങനെ ഇവരൊന്നും വിടുന്നില്ല. സ്വിമ്മിംഗ് പൂളിൽ വെള്ളം ഉണർന്നിട്ട് കാജുമാൻ ഇങ്ങനെ തലങ്ങും
നിൽക്കാനിരിക്കാനും തമ്പിക്കായിട്ട് ഉമ്മ വെള്ളോട്ടോ എന്ന് പറഞ്ഞവർക്ക് വെള്ളോട്ട് കൊടുക്കുന്നുട്ടാ. അതിൽ പെർക്ക് പോയെങ്കിൽ അതിലൊരിക്കൽ കുളിക്കാണ്ട് ഒരിക്കൽ വരാൻ മനസ്സ് വരലില്ല. അങ്ങനെ ആ സ്വിമ്മിങ് പൂളിൽ വെള്ളോട്ടിട്ട് കുളിക്കുന്ന കേട്ടോ. എല്ലാം കുളിച്ചിട്ട് ഷെന്നാവും സിനാവും പിന്നെ നെയ്ലാവും നെയ്യാസും അങ്ങനെ ഒരു 4 ആളും സ്വിമ്മിങ് പൂളിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിൽ തുണി അറിയിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെള്ളം ഇടുന്ന കണ്ടത്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്ത് അങ്ങനെ ഒരു തിമിർത്ത് കളിക്കുന്ന കേട്ടോ. വെള്ളം കണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എത്ര വെള്ളത്തിൽ കുളിച്ചെങ്കും കളിച്ചെങ്കും തേലില്ല എന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു സംഭവം തന്നെ. പിന്നെ ഉമ്മ പറഞ്ഞ് നമുക്ക് ചക്കക്കുരു മുരിങ്ങക്കോലിട്ട് കറിയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചക്കക്കുരു എടുത്തിട്ട് ഞാൻ നല്ല പങ്ങനെ കുത്തിയിട്ട് അതിനെ വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ മുരിങ്ങക്കോല് ഉമ്മ മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. അതിനെയും കൂടിയിട്ട് നല്ല മുരിങ്ങക്കോല് ചാറാക്കിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ചോറിൽ വെച്ച് കുറച്ച് പുറത്തെല്ലാം ഇറങ്ങിയിട്ടാ. പുറത്ത് കുറച്ച് പണിക്കാറുണ്ടായിരുന്നു. പണിക്കാർ വെച്ച് നമ്മൾ സ്ഥലത്തിന് ഒരു അതിരിടുന്ന കുറച്ച് മതിൽ കെട്ടാൻ വേണ്ടിയുള്ള പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിമെൻറ്റും പൊയ്യൊക്കെ കുഴക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെളുപ്പിലെല്ലാം അടിയിൽ നടന്നിട്ട് അവർ 2 ചാമ്പകം കണ്ടിട്ടാ. അങ്ങനെ ചാമ്പകവും പറിച്ചിട്ട് അതും കൂടി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറക്ക് ഭയങ്കര കേട്ടോ. ഇങ്ങനെ പുറത്തെല്ലാം ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പെട്ടു. വെളുപ്പിലെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് പറിച്ച് തിന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങനെ ഈ മുരിക്കക്കോലും നമുക്ക് തരണ്ടിയില്ലേ അതും കൂടി ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കുട്ടീനെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ മദ്രസ തുറക്കുന്ന ലേസ്റ്റ് വന്നിട്ടായിട്ടൊന്ന് മൗലവിയിൽ കയറിയിട്ടാ. മൗലവിയിൽ എനിക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. കാസർഗോഡ് മൗലവിയിൽ നിന്ന് എനിക്ക് ഗഡ്ഡി സ്ലൈറ്റ് പിന്നെ പെയിൻറ്റ് അങ്ങനത്തെ അത്യാവശ്യം സാധനം വാങ്ങാനുണ്ടായിരുന്നു. ആദ്യത്തേക്കും വന്ന് പിന്നെ ഒരു കുർത്താവും തൊപ്പിയും വാങ്ങണമായിരുന്നു. മദ്രസയിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ. അങ്ങനെ വൈറ്റ് ഡ്രസ് തൊപ്പിയാണ് കേട്ടോ മദ്രസയിൽ യൂണിഫോമായിട്ട് വരുന്നത്. അതും കൂടി വാങ്ങിനേട്ടാ. പിന്നെ മൗലവിയിൽ കയറിയെങ്കിൽ എനിക്ക് കാണുമ്പോൾ എല്ലാം വേണം. നെയിലാക്കും വേണം, നെയ്യാസിനും വേണം. അങ്ങനെ ആവശ്യമില്ലാത്ത സ്റ്റിക്കറൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും എടുക്കണ്ട, വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട് ഒന്നും എടുക്കണ്ടാറ്. ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടാ. ഓരോന്നോരോന്നേ നോക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നവർ. അങ്ങനെ നടന്നൊരു പെയിൻറ്റും എടുത്തിട്ടാ. പെയിൻറ്റ് പൊതിയാൻ വേണ്ടിയിട്ട് ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് പെയിൻറ്റും കൂടി എടുത്തിട്ട് ആടുന്ന് ഇറങ്ങിയിട്ടാ. അല്ലാണ്ട് കുറച്ച് സമയം കൂടി നിന്നെങ്കിൽ ഷോപ്പിന് കാലിയാക്കുന്ന മാതിരിക്ക് എനിക്ക് തോന്നി. അങ്ങനെ അതും കൂടി ബില്ലാക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് നേരെ പെരക്ക് വന്നിട്ടാ. അങ്ങനെ വരുന്ന വഴിക്കൊരു സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും കൂടി എനിക്ക് വാങ്ങി കൊടുത്തിട്ടാ. പിന്നെ പിള്ളേർ പറയുമ്പോൾ ഒന്ന് വാങ്ങിക്കൊടുക്കാതെ എങ്ങനെ വെച്ചിട്ട് വാങ്ങിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.